നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. സ്വയം സമാധാനിക്കുന്ന അത്ര എളുപ്പമല്ല ഇതൊന്നും നടത്തിയെടുക്കാൻ. ഇത്ര റിസ്ക് എടുക്കാൻ പറ്റിയ വയസ്സാണോ നിനക്ക്? നീ എന്താ എന്നോട് പറ. അമൂല്യായിരിക്കും വിളിക്കുന്നേ. അവിടെ എന്തൊക്കെയോ വിശേഷമെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. ഹലോ, ഞാൻ ആരതി കേറ്ററിംഗ്. പരിമളയാ സംസാരിക്കുന്നേ. ഇതാരാ? ഞാൻ ആരതി കാറ്ററിംഗ് സർവീസ് എംഡിയുടെ രണ്ടാമത്തെ മകൾ അമൂല്യ സംസാരിക്കുന്നത്. ഹലോ കമ്പനി എംഡി, ഹലോ കേൾക്കുന്നുണ്ടോ? ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നുണ്ടെന്നറിയോ? എന്താ നീ എടുക്കാത്ത കോള്? അവിടെ എല്ലാം നന്നായിട്ട് കഴിഞ്ഞോ? ആരതി സുഖമായിട്ടിരിക്കുന്നു മോളെ? അല്ല, അവളിരുന്ന് കരയുവാണോ? കുഴപ്പമൊന്നുമില്ല അമ്മേ, എല്ലാം നന്നായിട്ട് കഴിഞ്ഞു. എല്ലാരും സന്തോഷത്തോടെയാ ചേച്ചി വീട്ടിലേക്ക് കയറ്റിയത്. സുഹാസിനെ ആന്റി പറയാ നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി വാ മോളേന്ന്, അറിയാമോ? ഇപ്പൊ മനസ്സിന് കുറച്ച് സമാധാനമുണ്ട് എനിക്ക്. എല്ലാം നന്നായി നടന്നല്ലോ. നീ വേണം അവൾക്ക് കുറച്ച് ധൈര്യം കൊടുക്കാൻ, കേട്ടോ? ഇല്ലെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അവള് പാവാ. അതെനിക്ക് അറിയാവുന്ന കാര്യല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട പ്രമി, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അപ്പോഴേ എന്നെ വിളിച്ചതിന് ആൻസർ കിട്ടിയല്ലോ. ഇനി പോയി സമാധാനായിട്ട് റെസ്റ്റ് എടുക്ക. അയ്യോ നിക്കേ, ഞാൻ നേരത്തെ വിളിച്ചത് അവിടെ എന്ത് നടന്നു ചോദിക്കാൻ വേണ്ടി മാത്രമല്ല. പിന്നെ ഞാൻ ആരതിക്ക് ഒരു കാര്യം കൊടുത്തു വിടുന്നുണ്ട്. പക്ഷെ ഡ്രൈവർക്ക് അവിടുത്തെ അഡ്രസ്സ് ശരിക്കും അറിയില്ലെന്ന് പറയുന്നു. ഞാൻ കണ്ണന്റെ അടുത്തേ ഡ്രൈവറുടെ ഫോൺ നമ്പർ നിനക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ പുറത്തോട്ട് വന്നിട്ടേ ഡ്രൈവർക്ക് കറക്റ്റായിട്ട് വഴിയൊന്ന് പറഞ്ഞു കൊടുക്കണേ. ഓ, ഇതാണോ കാര്യം? അല്ല, എന്താ ഇപ്പൊ കൊടുത്തു വിടാനുള്ളേ? പെൺവീട്ടിൽ നിന്ന് വരുന്ന പാത്രം സാധനങ്ങളെല്ലാം അയക്കുന്നുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പൊ സമയമില്ല. പറയുന്ന പോലെ ചെയ്യും നീ പെട്ടെന്ന്. ആയിക്കോട്ടെ പ്രമി, നിങ്ങളുടെ കൽപ്പന പോലെ നടക്കട്ടെ. അകത്തേക്ക് വരാവോ? മുത്തശ്ശി, ഇങ്ങോട്ടേക്ക് വരാൻ എന്തിനാ ഫോർമാലിറ്റീസ് ഒക്കെ? മുത്തശ്ശി വാ. ഈ കാര്യം നീ വിക്കിയോട് പറയാൻ നിക്കണ്ട കേട്ടോ. അത് മതി അവനിനി എന്നോട് പിണങ്ങാൻ. ഇപ്പൊ എല്ലാം ഹാപ്പി ആയില്ലേ? 100 തടസ്സം ഉണ്ടെങ്കിലും വിക്കിയുടെ കല്യാണം നടക്കേണ്ട മുഹൂർത്തത്തിൽ തന്നെ ശരിക്കും നടന്നില്ല മുത്തശ്ശി. എല്ലാം നിന്റെ അമൂല്യ കാരണമാണെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ഞങ്ങള് സെയിം ടീമാ മുത്തശ്ശി. എന്തേലും ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്ന് പിന്നെ ഒരു മാറ്റവും ഉണ്ടായിരിക്കില്ല. ഞങ്ങൾ വിക്കിക്കും ആരതിക്കും വാക്ക് കൊടുത്ത പോലെ അവരുടെ കല്യാണം നടത്തിക്കൊടുത്തു. സത്യ, നിങ്ങൾ നല്ല ജോഡിയാണ്. അങ്ങനെ അവന്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ ഇനി എത്ര വർഷം കാണുമെന്ന് നീ പറ. നീയും വേഗം കല്യാണം കഴിക്കാൻ നോക്ക്. മുന്നിലുള്ള തലമുറയുടെ കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിച്ച് സമാധാനമായിട്ട് എനിക്ക് കണ്ണടയ്ക്കാമല്ലോ. അങ്ങനെയൊന്നും പറയില്ല മുത്തശ്ശി. വിക്കിയുടെ മക്കളുടെ കല്യാണത്തിന് മുത്തശ്ശി ഇതേപോലെ തന്നെ ഓടിച്ചാടി നടക്കും. പിന്നെയാണോ എന്റെ കല്യാണം വരെ? അതൊക്കെ എന്തോ ആവട്ടെ, പക്ഷേ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെയല്ലേ കല്യാണം കഴിക്കേണ്ടത്. എവിടേക്കെങ്കിലും വിട്ടുകഴിഞ്ഞാ കയ്യിൽ കിട്ടുന്നതും കൊണ്ട് ഇങ്ങോട്ട് പോന്നോളും. ഞാൻ നിന്നോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും തന്നാലോ ഈ വീട്ടിൽ കൊണ്ടുവരുന്നതായാലോ നിന്നോട് വാങ്ങാൻ പാടില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ആരോ യൂണിഫോമും ബാഗും കൊണ്ടുവന്ന് തന്നു അത്രേ. ഇത് നിനക്ക് എന്നോട് വന്ന് പറയാൻ അല്പം പോലെ നാണമില്ലേ? എടുത്ത് കള അത്. അയ്യോ ചേച്ചി, അപ്പുറത്തെ വീട്ടിലെ സരിതയുടെ മോന്റെ പഠിത്തം കഴിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അവര് വേണ്ടി പോവരുത്. നീ താമസിക്കുന്നത് ഔട്ട് ഹൗസിലാ. മറ്റൊരു വീട്ടിൽ നിന്നുള്ള സാധനം ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അനിഷ്ടങ്ങൾ ഉണ്ടാവില്ലേ?
ഒന്ന് പോയി താ ഇവിടുന്ന്. ആരാ നിങ്ങള്? എന്തിനാ വന്നേ? ആന്റി, അവരിങ്ങോട്ട് തന്നെ വന്നതാ. ഇവിടേക്കോ? എന്തിന്? അമ്മ ചടങ്ങ് പ്രകാരം കുറെ പാത്രങ്ങളും സാധനങ്ങളും തന്നു വിട്ടിട്ടുണ്ട്. ഡ്രൈവർ അങ്ങോട്ട് മാറി നിൽക്കൂ. അമൂല്യ, നിങ്ങളുടെ വീട്ടുകാരെന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ ഈ കൊടുത്തു വിടുന്നതൊക്കെ മേടിച്ചു വെച്ച് ഞാൻ ഈ വീട് മുഴുവൻ നിറയ്ക്കുമെന്നോ? അയ്യോ, അങ്ങനെയല്ല ആന്റി. അമ്മ ഭയങ്കര സ്നേഹത്തോടെ തന്നു വിട്ടതാ. അതൊന്നും എനിക്കറിയില്ല. നോക്ക്, ഈ ഓട്ടോറിക്ഷയിൽ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പാത്രം പോലും ഇവിടെ ഇറക്കി വെക്കാൻ പാടില്ല. നല്ല കാലം ഇങ്ങനൊരു ഓട്ടോയിൽ കൊടുത്തയച്ചത്. ഇതിലും വലിയൊരു വണ്ടിയിലാ കൊടുത്തയച്ചതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ നയിക്കുന്ന ലോ ക്വാളിറ്റി പാത്രങ്ങളൊക്കെ കണ്ട് ചുറ്റുമുള്ളവർ എന്നെ നോക്കി ചിരിച്ചാൽ എന്റെ ഇമേജ് എന്താവുമായിരുന്നു? നോക്ക്, ഐ കാൻ ടേക്ക് ദിസ്. എടുത്തോണ്ട് പോ. നോക്ക്. പ്ലീസ് ആന്റി, അങ്ങനെ പറയല്ലേ. പെൺകുട്ടികൾ പുതിയ ജീവിതം തുടങ്ങാൻ പോകുമ്പോ ഇതൊക്കെ കൊടുത്തയക്കുന്നത് ചടങ്ങാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ സാധനങ്ങൾ കൊണ്ട് ആവശ്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും. എന്നാ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ തിരിച്ചു കൊണ്ടുപോയാ അമ്മയ്ക്കത് ഒരുപാട് വിഷമാകും. നോക്ക്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും വിഷമിക്കും എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഈ പാത്രങ്ങളൊന്നും വീട്ടിനകത്തേക്ക് കൊണ്ടുവെക്കാൻ കഴിയില്ല. ഡ്രൈവർ, എന്താ നോക്കി നിൽക്കുന്നത്? വണ്ടി തിരിക്ക്. എവിടുന്ന് ഇതൊക്കെ കൊണ്ടുവന്നോ അവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോ. ഇല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ ഇട്ടിട്ട് പോയിക്കോ. ആന്റി, ഇതൊരു ചടങ്ങാണെന്ന് കരുതിയെങ്കിൽ ഇത് വാങ്ങിക്ക്. നോക്ക്, പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുന്നൊരു ശീലം എനിക്കില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചതാ. ഞാനിപ്പോ എന്ത് ചെയ്യാനാ ദൈവമേ? ഇതെല്ലാം ഞാനിപ്പോ തിരിച്ചു കൊണ്ടുപോയ അമ്മയുടെ മനസ്സിൽ ഒരിക്കലും മാറാത്ത വിഷമായിട്ടത് നിൽക്കും. എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേന്ന്. എന്തു പറ്റി അമ്മേ? ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ വീട് നിറയ്ക്കണമെന്നുള്ള ഗതികേടൊന്നും നമുക്കില്ലല്ലോ. ഈ സ്റ്റീൽ പാത്രങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഈ വീടിനകത്തുള്ള ഓരോ ചെറിയ പാത്രം പോലും കോസ്റ്റ്ലി ആയിട്ടുള്ളതാ. ഭക്ഷണം കഴിക്കാൻ പോലും വെള്ളി പ്ലേറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉള്ളിടത്തേക്കാ ഈ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടിടുന്നത്. അതുകൊണ്ട് വന്ന വണ്ടിയിൽ തന്നെ ഇത് തിരിച്ചു കൊണ്ടുപോകാൻ പറയുമായിരുന്നു. അമ്മേ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചൂടെ? നോ ചാൻസ്. നമ്മൾ ഇതൊന്നും ഒരു കാലത്ത് യൂസ് ചെയ്യാൻ പോകുന്നില്ല. സ്റ്റോർ റൂമിനകത്ത് സ്ഥലമുണ്ടെന്ന് കരുതി ഇതൊക്കെ കൊണ്ട് അവിടെ ഇടുന്ന വല്ല ആവശ്യമുണ്ടോ? അമ്മേ, ഇതൊക്കെ ആരതിയുടെ അവകാശമല്ലേ? ആരതി അവളുടെ കുടുംബത്തെ വിട്ട് സ്വന്തം ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. അവളുടെ വീട്ടുകാർ കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചു. അതിന് അമ്മ എന്തിനാ ഇങ്ങനെ? ഈ സാധനങ്ങളൊക്കെ വെക്കാൻ നമ്മുടെ കിച്ചണിൽ കുറെ സ്ഥലമില്ലേ അമ്മേ? അമ്മയ്ക്ക് വീട്ടിൽ കുറെ സാധനങ്ങൾ ഇരിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ അമ്മയെ കൺവിൻസ് ചെയ്തോളാം. ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് പൊക്കോളൂ. എങ്ങനെയുണ്ട് ചേട്ടൻ? പക്ക നിന്നെ പോലെയാ.
ആരതി കൊച്ചേ, നിന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. അത് ഞാൻ വാഷ്റൂമിൽ ഇരിക്കാം, നീ ഇവിടുന്ന് ചേഞ്ച് ചെയ്തോ. നമ്മുടെ റൂം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. രാത്രിയാകുമ്പോ എല്ലാരും നമ്മളെ റൂമിൽ കൊണ്ടുവിടും. നീ ഇങ്ങനെ നാണിക്കൊന്നും വേണ്ട. ഇന്നു മുതല് ഇത് നിന്റെയും കൂടെ വീടാ. എങ്ങനെ വേണോ അങ്ങനെ ഇരുന്നോ. നിന്റെ കൂടെ ഞാനുണ്ട്. എന്താ നീ ഇപ്പോഴും ബാച്ചിലർ ആയിട്ടുള്ള വ്രതത്തിലാണോ? അത് പിന്നെ നിന്റെ കൈ പിടിച്ചത് ഞാൻ നിന്റെ ഭർത്താവായോണ്ടല്ലേ? മുത്തശ്ശി, വാ മുത്തശ്ശി. കറക്റ്റ് സമയത്താണല്ലോ കേറി വന്നേക്കുന്നത്. എന്തോ പറഞ്ഞതുപോലെ തോന്നി. അല്ല, കറക്റ്റ് സമയത്താണ് മുത്തശ്ശി വന്നെന്ന് പറയായിരുന്നു. ഞാനിവിടെ വന്നത് അവൾക്ക് കുറച്ച് റെസ്റ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ച. ബാക്കിയുള്ളതിനൊക്കെ സമയം, സന്ദർഭം, മുഹൂർത്തം എന്നൊക്കെയുണ്ട്. മുത്തശ്ശി, മുഹൂർത്തം എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തെന്നാ സമയം, സന്ദർഭം? ഞാൻ എന്റെ ഭാര്യയുടെ കൂടി ഇരിക്കുന്നതിന് രാഹുവിനെയും ഗുളികനെയൊക്കെ നോക്കേണ്ട കാര്യം എന്താ? അതേ മോനെ, നോക്കിയേ പറ്റൂ. നിനക്കോ ചടങ്ങും കാര്യങ്ങളോ ഒന്നും അറിയില്ല എന്ന് വെച്ച് എനിക്കും അത് അറിയില്ല എന്ന് നീ വിചാരിച്ചോ? ഇത് ചതിയാണ്. നിന്റെ ചിന്ത അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ മുമ്പോട്ടുള്ള ജീവിതം നന്നായിരിക്കണം, ജനിക്കാൻ പോകുന്ന കുട്ടികൾ നന്നായിരിക്കണം. അതിനിതൊക്കെ ഫോളോ ചെയ്തേ പറ്റുമോനെ. മുത്തശ്ശി, ആരതി ഏതായാലും ഇവിടെ കാണും. മുത്തശ്ശി പൊക്കോ. ആരതിയുടെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ നിന്റെ കാര്യത്തിലില്ല. തൽക്കാലം ഇവളെ ഞാൻ അങ്ങ് കൊണ്ടുപോവുക. വാ. എന്റെ വിധിക്ക് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ കല്യാണ മുഹൂർത്തം ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നൈറ്റ് മുഹൂർത്തമാണ് ഫസ്റ്റ് ഫിക്സ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗതിയും ഇതുപോലെ തന്നെയാവും. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? കുഴപ്പമില്ല. കഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടാ ചോദിച്ചേ. ശരി, ഓക്കെ. സോറി, നല്ല വേദനയുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. താങ്ക്സ്. അതെന്തിനാ താങ്ക്സ് ഒക്കെ? ആരതി ചേച്ചിയെ ഇത്രയും കഷ്ടപ്പെട്ട് മണ്ഡപത്തിൽ എത്തിച്ചില്ലേ? ഈ സഹായം ഞങ്ങൾ ആരും ഒരിക്കലും മറക്കില്ല. അങ്ങനെയൊന്നും പറയണ്ട. ആ സ്ഥാനത്ത് ആരായിരുന്നെങ്കിലും ഇങ്ങനെ ചെയ്യുള്ളൂ. വേറെ ആൾക്കാരെ പറ്റി എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് ശരി, കല്യാണത്തിന് എന്താ വരാഞ്ഞത്? അമ്മ ചോദിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങള്. അത് നല്ലോണം അടി കിട്ടിയായിരുന്നു.
അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഞങ്ങളുടെ വീട്ടില് 4 പേരും പെൺകുട്ടികളാ. വളരെ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് ആൺകുട്ടികളുമായിട്ട് കൂട്ടില്ല. അതുകൊണ്ടാ ഞാൻ നിങ്ങളോട് എപ്പോഴും റൂഡായിട്ട് പെരുമാറിയത്. പ്ലീസ് എന്നെ തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങള് ഞങ്ങളുടെ ആരതി ചേച്ചിയുടെ ജീവൻ തന്നെയാ രക്ഷപ്പെടുത്തിയത്. അതിനൊരുപാട് നന്ദിയുണ്ട്. ഭക്ഷണം തന്ന വീട് എന്റെ സ്വന്തം വീട് പോലെ. നിങ്ങളുടെ വീട്ടുകാരോട് എനിക്ക് കുറച്ച് കടപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്റെ കടമയാണ്. ഇതിനൊന്നും താങ്ക്സ് പറയണ്ട. ഇത് ഗസ്റ്റ് റൂം. ഇന്ന് നീ ഇവിടെ നിൽക്ക്. അറിയാതെ പോലും അപ്പുറത്തുള്ള റൂമിലേക്ക് പോകണ്ട. വെറുതെ ഇരിക്കട്ടെ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. വേണോന്ന് വെച്ചാൽ ചെയ്യില്ലാന്ന് എനിക്കറിയാം. പക്ഷെ ഒരു ക്യൂരിയോസിറ്റി കാരണം എങ്ങാലും അങ്ങോട്ടേക്കൊന്ന് പോയാലോ. ഈ ഏട്ടത്തിയുടെ ഒരു കാര്യം ചേച്ചിയോട് സംസാരിച്ചിട്ട് വരാം. ആദ്യ നീ ഇതുവരെ പോയില്ലേ മോളെ? അതെന്താ ചേട്ടാ ഞാനിതുവരെ പോയില്ലെന്ന് ചോദിക്കുന്നേ? എന്നെ അപമാനിക്കാൻ നോക്കുകയാണോ? എനിക്കറിയാം നീ ഇവളെയാ നോക്കി വന്നത്, അല്ലാതെ എന്നെ അല്ലാന്ന്. എന്നാൽ ഈ ലെവൽ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. അയ്യോ ഏട്ടത്തി. നോ ആദ്യ, ആക്ച്വലി ഫസ്റ്റ് നൈറ്റ് ഡെക്കറേഷൻസിന് കൂടുതൽ പർച്ചേസ് ഉണ്ട്. കൂടുതൽ ലേറ്റ് ആക്കരുത്. ആദ്യ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇവിടെ എന്താ കാര്യം? അമ്മ പറഞ്ഞത് നിനക്ക് സങ്കടമായില്ലല്ലോ അല്ലേ? ശരിക്കും ഇത് ചോദിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നേ? അതെ. ഇല്ല, വിഷമൊന്നുമില്ല. ആന്റിക്ക് ആ സമയത്ത് എന്താ തോന്നിയെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ചെറുപ്പം തൊട്ടേ അവര് റിച്ച് ആയിട്ടാ വളർന്നേ. അവർക്ക് ഇതൊന്നും ആവശ്യമില്ലെന്നുള്ള കാര്യം തോന്നിക്കാണും. ചീപ്പാണെന്നും തോന്നിക്കാണും. അതൊക്കെ നിന്റെ അമ്മ അയച്ചതല്ലേ, അതിനെ ചീപ്പൊന്നും പറയണ്ട. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഒടുവിൽ ചേച്ചിക്ക് വിക്കിച്ചേന്റെ കൂടെ തന്നെ കല്യാണം നടന്നു. അവളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിങ്ങളെപ്പോലെ ഒരു ചേട്ടനുള്ളത് തന്നെ വലിയ കാര്യം. ഡോണ്ട് വറി അമൂല്യ, ഇവിടെ ആരതി എപ്പോഴും സന്തോഷവതിയായിരിക്കും. അവള് നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, ഇന്ന് തൊട്ട് ഇവിടുത്തെ മകളും കൂടിയാ. താങ്ക്സ് പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ചെറിയ വാക്കായി പോവത്. നോ മൈൻഡ്. ആദ്യത്തെ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ലേ? വാ നമുക്ക് വാങ്ങിക്കാം. നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ഒന്നുമില്ല, ഒന്നുമില്ല, ഒരു കാര്യമില്ല. എനിക്കൊരു പെണ്ണുണ്ട്, മൊഴിയിൽ തേനുണ്ട്, ചിരിയിലൊരനുരാഗ ചിറകുണ്ട്, അവളുടെ ചിരിയിലൊരനുരാഗ ചിറ. എക്സ്ക്യൂസ് മീ, സോങ് വെച്ചത് ഞാനാണ്. നിന്നോടാരോ ഓഫാക്കാൻ പറഞ്ഞേ? അത് വെച്ചേ. മധുപകരൂ നീ താരകേ, മനസ്സിലെ മോഹം എന്റെ ദൈവമേ, ഈ കള്ളച്ചെറുക്കം വീണ്ടും എന്നോട് ഞാൻ മണ്ഡപത്തിൽ വെച്ച് ഐ ലവ് യു പറഞ്ഞ കാര്യത്തെ പറ്റി ചോദിക്കാത്ത രീതിയിലാക്കണേ ദൈവമേ. അതിനെപ്പറ്റി അവൻ ചോദിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനിങ്ങനെ അകന്ന് നിൽക്കുന്നെ. അപ്പൊ വീണ്ടും ആദ്യ ചേച്ചി ഇവന്റെ കൂടെ എന്നെ പറഞ്ഞയച്ചു. നീ തന്നെ എന്നെ ഒന്ന് രക്ഷിക്കണേ. അന്ന് അവൾ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞു. ആ കാര്യം ഞാൻ ചോദിച്ചതാ. ഇനി ഞാൻ അതിനെപ്പറ്റി വീണ്ടും ചോദിക്കുമെന്ന് കരുതിയാണോ ഇവൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? എനിക്ക് മൈൻഡ് വോയിസ് ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നേ നന്നായിരുന്നേനെ. ഇവൻ ഇരിക്കുന്നത് കണ്ടിട്ട് അത് തന്നെ ചോദിക്കാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ. ഒന്ന് സംസാരിക്കാനായിട്ട് ചാൻസ് കൊടുത്താൽ മാറ്റർ നേരെ അതിലേക്ക് തന്നെ പോവും.